ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്ട് ടു ഡു വെൻ ഷീ ഇഗ്നോർസ് യു, അഥവാ അവൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് കോൾ ചെയ്യുന്നുണ്ടാവാം, മെസ്സേജ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നേരിട്ട് കാണണമെന്ന് പറയുന്നുണ്ടാവാം, പക്ഷെ കാണാൻ കൂട്ടാക്കുന്നുണ്ടാവില്ല. വേണ്ട, എനിക്ക് നിന്നെ വേണ്ട. അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം. ഇനി മാരീഡ് അല്ല, പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ്, ഇനി എനിക്ക് നിന്നെ വേണ്ട, ഞാൻ എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. എല്ലാ തരത്തിലും നിങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇത്തരം ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളിലുള്ള ആ ഒരു എനർജിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ ഈ ബെഗ് ചെയ്ത് പുറകെ പോയി നമ്മുടെ ബോഡിയിലെ എല്ലാ തരത്തിലുള്ള എനർജിയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. വളരെ സാഡായിട്ടുള്ള, നമ്മളോട് യാതൊരു വിധത്തിലുള്ള അട്രാക്ഷനും തോന്നാത്ത തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അത്തരത്തിൽ ആ ഒരു എനർജി ലെവലിനെ മാറ്റുക, ലവ് എനർജി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം ആ ഒരു ലവ് എനർജി മാക്സിമൈസ് ചെയ്യുക എന്നതിലോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഡബിൾ ടെക്സ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അഥവാ ഒരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജിന് റിപ്ലൈ ഒന്നും ഇല്ലാത്തപ്പോൾ വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, അത് ചെയ്യരുത്. അതിന് റിപ്ലൈ വന്നതിന് ശേഷം മാത്രം അടുത്ത മെസ്സേജ് അയക്കുക. ഇനി കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വട്ടം വിളിച്ചു, തിരിച്ച് വിളിച്ചൊന്നുമില്ല, വീണ്ടും വിളിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക. തിരിച്ച് കോൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക. അതിന് ശേഷം പിന്നെ വിളിക്കാതിരിക്കുക, റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ. ഓക്കെ, അങ്ങനെ നിരന്തരം വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലിവ് ഫോർ യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിക്കുക. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ലവ് എനർജി എന്ന് പറയുന്നത് വരിക. നമ്മൾ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും അവരോട് ബെഗ് ചെയ്ത് എൻ്റെ ലൈഫിൽ നിൽക്കണം, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലവ് എനർജി വളരെയധികം ലോ ആയിരിക്കും. അപ്പോൾ ആ ലവ് എനർജിയെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ട് കുറച്ച് നാളായിട്ടേ ഉണ്ടാവുള്ളൂ. ഏറി വന്നാൽ 10 വർഷം, അതിനപ്പുറത്തേക്കൊന്നും ആയിട്ടുണ്ടാവില്ല, അല്ലേ? അല്ലെങ്കിൽ 2 വർഷം, അല്ലെങ്കിൽ 3 വർഷം, അല്ലെങ്കിൽ 1 ഇയർ, ഇത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മുമ്പിൽ അവരെ ആരെയും കാണുന്നില്ല, ആ ഒരു വ്യക്തി മാത്രമാണ്. ആ വ്യക്തി ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ആ എനർജി ലെവലിൽ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പോലും നമ്മളോട് ഒരു അട്രാക്ഷൻ തോന്നത്തുള്ളൂ. സോ ലിവ് ഫോർ യുവർ സെൽഫ് എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലക്ഷ്യങ്ങളുള്ള വ്യക്തിയായിരുന്നു. ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, അതിൽ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു എനർജി കിട്ടും. അപ്പോഴും ചില ആളുകൾ ചിന്തിക്കുക എന്താണെന്നറിയോ, അവളുണ്ടെങ്കിലേ അത് ഫുൾഫിൽ ആവുള്ളൂ, അവളുണ്ടെങ്കിലേ ഹാപ്പി ആവുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളത് അച്ചീവ് ചെയ്താലേ അവൾ വരുള്ളൂ എന്നുള്ളൊരു സത്യം വേറൊരു സത്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. കാരണം ഒരാൾക്ക് നമ്മളോട് അട്രാക്ഷൻ തോന്നാൻ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിലൊരു ഫാക്ടർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സക്സസ് എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ ഡൗൺ ആയിട്ട് നിങ്ങളുടെ കരിയറും കളഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ കരിയറും പോവും, ആ വ്യക്തിയും പോവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലിവ് ഫോർ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഒന്ന് നിങ്ങളുടെ ഹാപ്പിനെസ്. അവരിലാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് അങ്ങനെ ചിന്തിച്ച് നടക്കാതിരിക്കുക. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ സ്വയം കണ്ടെത്തുക. എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്? അവളെ കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ മാത്രമല്ലല്ലോ ജീവിതത്തിൽ ഒരാൾക്കും സന്തോഷം ഉണ്ടാകുന്നത്. വേറെ എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്? ആ കാര്യം ചെയ്യുക. എന്താണ് പാഷൻ, അത് ഫോളോ ചെയ്യുക. കരിയറിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ ചുമ്മാ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുക. അല്ലാതെ അതിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല.
അപ്പോൾ നമ്മുടെ ലവ് എനർജി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങളുടെ ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലിവ് ഫോർ യുവർ സെൽഫ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഏതൊരു വ്യക്തിക്കും നമ്മളോട് അട്രാക്ഷൻ തോന്നണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ട് ഏകദേശം 20 ways ഞാൻ ഇതിനു മുമ്പ് ലാസ്റ്റ് വീക്കിൽ ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 20 മാർഗങ്ങൾ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വീഡിയോസ് കാണാം, അതിൽ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലവ് എനർജി മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ നമ്മളോട് അട്രാക്ഷൻ തോന്നും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ നമ്മളെ കുറേ ഇഗ്നോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയോട് നമുക്ക് ചെറിയ രീതിയിൽ ഹേറ്റ് തോന്നും, വെറുപ്പ് തോന്നും. ആ വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വ്യക്തി ഒരിക്കലും അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം യു അട്രാക്ട് വാട്ട് യു ലവ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാണ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് അവള് എന്നെ അങ്ങനെ വിഷമിപ്പിച്ചു, ഇങ്ങനെ വിഷമിപ്പിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു, ഇതൊക്കെ മനസ്സിലിട്ട് ഒരു ഹെയ്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് അവള് വേണം എന്നുള്ളതും ഉണ്ടാവും ഉള്ളിൽ. സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഹെയ്റ്റ് ആയിരിക്കും, പക്ഷെ അവള് വേണം എന്നുണ്ട് താനും. അങ്ങനെ ആകുമ്പോഴും മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അപ്പോൾ അവളെ സ്നേഹിച്ചോ അതിന് പ്രശ്നമല്ല, പക്ഷെ അത് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. എന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് നിന്നോട് ഇഷ്ടം തന്നെയാണ്, പ്രണയം തന്നെയാണ്. അത് നമ്മൾ പുറത്ത് പറഞ്ഞാൽ പോരാ, ഉള്ളിൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഉള്ളിൽ ഹെയ്റ്റ് ഉണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലവ് അൺകണ്ടീഷണലായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉള്ളിൽ ഹെയ്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഓപ്പോസിറ്റ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളോട് സംസാരിക്കാനോ, എസ്പെഷ്യലി സുഹൃത്തുക്കളൊക്കെ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രയാസമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഞാൻ പല ആളുകളോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വേറെ ആരെങ്കിലും ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടെങ്കിലും ജസ്റ്റ് സംസാരിക്കുക, കുറച്ച് സമയം മിങ്കിൾ ചെയ്യുക. അങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. ആ റിലാക്സേഷൻ കിട്ടുകയും അതുവഴി നമുക്ക് നമ്മുടെ ലവ് എനർജി മാക്സിമൈസ് ചെയ്യാനും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ വിട്ടുപോയിട്ടുള്ള വ്യക്തിക്ക് നമ്മളോടൊരു അട്രാക്ഷൻ തോന്നാനും കാരണമാവും. ഇതൊന്നും പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അത് തെറ്റല്ലേ, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ ചിന്തിച്ച് എനിക്ക് അവൾ തന്നെ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സിറ്റുവേഷനാണിപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ശ്രമിക്കുന്ന വ്യക്തി അട്രാക്റ്റഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കുറച്ച് ആളുകളുമായിട്ട്, ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക. പ്രണയിച്ച് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഫ്രണ്ട്ലി ആവുക, അവരുമായിട്ട് സംസാരിക്കുക, മിങ്കിൾ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു എനർജി കിട്ടും. ആ എനർജി കിട്ടുന്നത് വഴി നമുക്ക് ലവ് എനർജി മാക്സിമൈസ് ആവുകയും നമുക്ക് പതിയെ പതിയെ ഈ വ്യക്തിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുകയും ചെയ്യും. ഇത് മാത്രം ചെയ്താൽ പോരാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു തുടങ്ങണം. സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് തീവ്രമായിട്ട് സ്നേഹിച്ചാൽ മാത്രം പോരാ. ഇന്നത്തെ കാലത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം മാത്രമല്ല അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നാനുള്ള ഫാക്ടർ. അത് മനസ്സിലാക്കുക. അവര് ഒരു തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒരുപാട് ക്വാളിറ്റീസ് കാണുന്നുണ്ടായിരിക്കും. ആ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ പരിശോധിക്കുക. ആ ക്വാളിറ്റീസിൽ കുറച്ചെങ്കിലും വേണ്ടേ? ഈവൻ നമ്മൾ കരിയറിൽ സക്സസ് ആവുമെങ്കിലും വേണ്ടേ? അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ നമ്മൾ ബെഗ് ചെയ്ത് ഇങ്ങനെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് ബോൾഡായിട്ട് കുറച്ച് ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചേസ് ചെയ്യണ്ട. ഓക്കെ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നമ്മൾ ബോൾഡായിട്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കുറച്ച് ടെക്നിക്കുകളൊക്കെ ചെയ്യുക. ടെക്നിക്കുകൾ മീൻസ് നമ്മുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ചെയ്യുക. അവൾ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുക. അവൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടും. ഇതൊന്നും അല്ലാതെ നമ്മൾ സാഡായിട്ടിരുന്ന് എവിടെയും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മൾ ഉഴപ്പി നടന്നതുകൊണ്ട് നമുക്ക് ഒരു മെഡിറ്റേഷൻ ഇരുന്ന് ചെയ്തതുകൊണ്ടോ അഫർമേഷൻ ചെയ്തതുകൊണ്ടോ അവൾ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. എപ്പോഴും നമ്മുടെ തോട്ട് റിലേറ്റഡ് ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക.
തോട്ട് ബിക്കം തിങ്സ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, അവർ തിരിച്ചു വരും, അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, അവൾ ഒരു തീരുമാനം എടുത്തതാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് റിസൾട്ട് കിട്ടും തോന്നുന്നുണ്ടോ? കാരണം ആ വ്യക്തിയുടെ തോട്ട് അതാണ്. ആ തോട്ടാണ് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ തോട്ട് പ്രോസസ്സിലാണ് വർക്ക് ചെയ്യേണ്ടത്. അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി ആവശ്യമാണ്. എനർജി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പ്രൗഡ് തോന്നുന്ന രീതിയിൽ നമ്മൾ കരിയറിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും നമ്മൾ സക്സസ് ആവണം. അപ്പോൾ അതിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ ബെഗ് ചെയ്ത് പുറകെ പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. അതിൻ്റെ കൂടെ അവളെ കിട്ടാൻ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, ടെക്നിക്കുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത് ചില ആളുകളുണ്ട് ഈ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വീട്ടിലിരിക്കുക, വേറൊരു പരിപാടിക്കും പോവാതെ. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് വളരെ മോശമാണെന്നുള്ളത് എൻ്റെ ഓഡിയൻസിനോട് ഞാൻ ഓപ്പണായിട്ട് ഷെയർ ചെയ്യുകയാണ്. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈഫിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ സപ്പോർട്ടോ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എനിവേ, പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.